പോവാ. ഒരു കാരണവശാലും സാരി മാറാൻ സമ്മതിക്കരുത്. ഇനി ആ കാര്യം ഞങ്ങൾക്ക് വിട്ടേക്കാം. എന്തായാലും വരേണ്ട അതിഥികൾ എത്തിയല്ലോ. അറിയില്ല. വാ ബേട്ടാ. ഏതായാലും നിങ്ങൾ രാഹുകാലത്തിന് മുമ്പ് തന്നെ എത്തിയല്ലോ. നേരത്തെ അപ്പച്ചി എങ്ങനെ ഇവരുടെ കൂടെ കൂടി? ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങി നടന്നു വരുമ്പോഴേ ദാ ഇവരുടെ കാറ് വരുന്നു. ഞാൻ അങ്ങ് ചാടി കയറി. അല്ല, ആ ചാട്ടയെത്തി ഹെവി ആയതുകൊണ്ട് കാറൊന്ന് കുലുങ്ങി. പോടാ അവിടുന്ന്. വന്ന കാലം നിക്കാതെ കേറി വാ മാമി. അപ്പച്ചി വാ. എങ്ങനെ സാധാരണ പെണ്ണുങ്ങൾ ചടങ്ങ് പോലെ ചായം കടിയൊക്കെ ഒരുക്കിയിട്ടുണ്ടോ? പതിവെള്ളം തെറ്റിക്കണ്ട, അതൊക്കെ അങ്ങനെ തന്നെ നടക്കട്ടെ അല്ലേ? ചായ വേണമെങ്കിൽ ചായ എടുക്കാം. ഇനി അതല്ല തണുത്തതാണ് വേണ്ടതെങ്കിൽ അതും ആവാം. എന്നാലും എല്ലാരും ഊണ് കഴിച്ചിട്ട് പോകുന്നതാ ഞങ്ങളുടെ സന്തോഷം. ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് കേറിയതല്ലേ ഉള്ളൂ. ചായയൊക്കെ സാവകാശം കുടിക്കാം. ആദ്യം വന്ന കാര്യത്തിലേക്ക് കടക്കാം. അതെ, ഇന്ന് തന്നെ പെണ്ണു കാണാ ചടങ്ങോടെ നിനക്കാർന്ന നിർബന്ധം. അതുകൊണ്ട് നീ തന്നെ തുടങ്ങിക്കോ. ആകാശിന്റെയും അഖിലയുടെയും വിവാഹം നടത്താൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ അതെങ്ങനെ അധികകാലം നീട്ടിവെക്കാനൊന്നും പറ്റില്ല. പറ്റിയാൽ 1 മാസം. അതിനകം തന്നെ കല്യാണം നടത്തണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവും അംബികയെ? അഖിലയുടെ മൂത്ത 2 ചേച്ചിമാർ കല്യാണം കഴിയാതെ നിൽക്കുമ്പോ അവളുടെ കല്യാണം എങ്ങനെ ആദ്യം നടത്തുക? 3 പേരുടെ കല്യാണവും ഒരുമിച്ച് നടത്തണം. ഒറ്റ മണ്ഡപത്തിൽ 1 ദിവസം. എടോ, തനിക്ക് ഇക്കാര്യത്തിൽ എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ തുറന്നു പറയണം. സത്യം പറഞ്ഞ ആകാശിന്റെ അഖിലയുടെയും വിവാഹ നിശ്ചയം നടത്താനാ ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത്. ഇതിപ്പോ കല്യാണം നടത്താൻ കുറച്ചുകൂടെ സമയം വേണം. അമൃതമോള് പറഞ്ഞാലും കാര്യമുണ്ട്. 1 മാസത്തിനുള്ളിൽ കല്യാണം നടത്തണമെന്ന് നിനക്ക് എന്താ അമ്പി എത്ര വാശി? അവര് ചെറുപ്പക്കാരല്ലേ, ഇത്തിരി കാത്തിരിക്കട്ടെ. ആകാശിനും അഖിലേക്കും ഒരുപാട് പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. ഇതൊക്കെ വെറുതെ ഓരോ ന്യായത്തിന് വേണ്ടി പറയാം. ദേ, കുട്ടികൾ 2 പേരുടെയും പ്രായം കൃത്യമായ കല്യാണ പ്രായം. കല്യാണം കഴിക്കേണ്ടത് ഞാനും അഖിലയും തമ്മിലാണ്. അത് നിശ്ചയിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഞങ്ങളുടെ അഭിപ്രായം ഒന്ന് ചോദിക്കണമായിരുന്നു. നിനക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ലെന്നാണോ പറയുന്നത്? എനിക്ക് താല്പര്യമില്ലെന്ന് ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. ഈ വിഷയത്തിൽ എനിക്ക് അഖിലയുടെ വ്യക്തമായ ഉറപ്പ് കിട്ടണം. അത് കിട്ടിയാൽ മാത്രമേ ഞാൻ ഈ വിവാഹത്തിന് സമ്മതം മൂളൂ. ഇക്കാര്യത്തിൽ അഖിലയോട് കൃത്യമായി സംസാരിക്കും കൂടിയാ ഞാൻ വന്നത്. ഈ കല്യാണത്തിന് അവൾക്ക് സമ്മതമാണെങ്കിൽ എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കാൻ ഞാൻ തയ്യാറാ. അത് അഖിലയോട് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ഞാൻ അവളെ ഇങ്ങോട്ട് വിളിക്കാം. അത് വേണമെന്നില്ല. അവളെ ഇങ്ങോട്ട് വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ വീട്ടില് എല്ലാ സ്വാതന്ത്ര്യമുള്ള ആളല്ലേ ആകാശ്. അവൻ റൂമിൽ പോയി അവളോട് സംസാരിക്കട്ടെ. ചെല്ലടാ. അഭിമുഖം പറഞ്ഞാൽ തെറ്റൊന്നുമില്ല. നീ അവളോട് സംസാരിക്കടാ. ചെല്ല് ചെല്ല്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.